ഹായ് വെൽക്കം ബാക്ക് ടു എൻ്റെ കിച്ചൺ. നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് കറി ഉണ്ടാക്കാം. ഇന്നത്തെ വിഭവം നോർമലായിട്ടുള്ള ഒരു മത്തിക്കറിയാണ്. മീൻ കറി ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞാനിത് ഒരു മണ്ണിൻ്റെ ഉരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉരുളി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയതും ഇതിലോട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടായതും അതിലോട്ട് 1 ടീസ്പൂൺ ഉലുവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഉലുവയും ജീരകവും കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് ചെറിയുള്ളി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഒരു കൈപ്പിടി നിറയെ ചെറിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ആദ്യം ഫുൾ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ചധികം സമയമെടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണ ഒരുപാടായി എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഇത് മസാലയൊക്കെ വഴണ്ടി വരുമ്പോൾ ഈ എണ്ണ കറക്റ്റായിരിക്കും കേട്ടോ. ഈ ഒരു അളവിൽ മീൻകറി വെക്കാനായിട്ട് ഞാൻ ഇത്രയും ഒഴിക്കാറുണ്ട്. ചെറിയുള്ളി ഏകദേശം വഴണ്ടതിന് ശേഷം 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം റെഡിയായി. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മീൻ കറിയാണ്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഇതിലോട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചേർത്ത മസാലപ്പൊടി ഈ എണ്ണയിൽ ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, കരിയാതെ വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. ഞാനിവിടെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെടുക്കുന്നത് വലിയ തക്കാളി ആണെങ്കിൽ 3 എണ്ണം മതിയാകും. ഇനി നമുക്കിത് തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. ഇതുപോലെ നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ഒരു കളറും കിട്ടും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളി നല്ല ജ്യൂസി ആവുന്നത് വരെ ഞാനിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മൺചട്ടി ആയതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ചധികം സമയമെടുത്ത് വേണം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാ ഇപ്പോൾ തക്കാളി നല്ലവണ്ണം വെന്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർ ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്. അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ മസാലപ്പൊടികളുടെയും തക്കാളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ അടച്ചു വെച്ച് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും സിമ്മിൽ കുറച്ചധികം സമയം തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എണ്ണ മുകളിൽ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല നമ്മുടെ ചാറ് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുമുണ്ട്. ഇനി ഇതിലോട്ട് പുളിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങ വലുപ്പത്തിലായിരുന്നു ഞാൻ പുളി എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ വാളംപുളിയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. വാളംപുളി ചൂടുവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞ് ആ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഈ കറി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പുളിയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ.
പുളിയുടെ പച്ചമണമെല്ലാം മാറി എണ്ണ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മാത്രമല്ല ചാറ് നന്നായിട്ടൊന്ന് കുറുകുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പകുതി തേങ്ങ അരച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കാണ് കേട്ടോ ഇപ്പം കറി. ഇനി മീനൊക്കെ ഇട്ട് വെന്ത് വരുമ്പോഴും ഒന്നുകൂടെ തിക്കാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ഇതുപോലുള്ള സമയങ്ങളിൽ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറും. അത്യാവശ്യം വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പോ അതുപോലെ തന്നെ എരിവോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇത് അടച്ചു വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ പൊങ്ങി പുറത്തൊക്കെ കറിയാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് ചെറുതായിട്ടിങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. മത്തിക്കറി ഇവിടെ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അതിലുള്ള മീൻ ഒരുപാട് കുട്ടികൾ കഴിക്കില്ല. അതുകൊണ്ട് തന്നെ അല്പം മാത്രമേ കറി വയ്ക്കുന്നുള്ളൂ. ഏകദേശം 1/4 കിലോ മത്തി കഴുകി വൃത്തിയാക്കിയത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മീൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ മീനൊക്കെ വൃത്തിയാക്കിയിട്ട് കറിയിൽ ഇടുന്നതൊക്കെ ഹസ്ബൻഡാണ് കേട്ടോ. ഞാൻ കറി ആക്കി വെക്കേ ഉള്ളൂ. ബാക്കി ചെയ്യുന്നതൊക്കെ ഹസ്ബൻഡും മക്കളും ആണ്. പക്ഷേ ഇപ്പം ഞാൻ നന്നായിട്ട് മീൻകറി വെക്കാറുണ്ടെന്ന് ഹസ്ബൻഡും മക്കളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ വെക്കുമ്പോഴാണ് കേട്ടോ ഇവിടെ കുട്ടികൾക്കും ഹസ്ബൻഡിനും ഒക്കെ കഴിക്കാൻ ഇഷ്ടം. മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് തവി കൊണ്ട് ഇളക്കി യോജിപ്പിക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ മീൻ പൊടിഞ്ഞു പോകും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും പുതിയതായിട്ടൊക്കെ അടുക്കളയിൽ കയറിയവർക്ക് ഇതറിയില്ല. അവർക്ക് വേണ്ടി പറഞ്ഞതാണേ. അപ്പോൾ ഇതാ കറി ഇതുപോലൊന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ആ ചൂടിൽ ഒന്നുകൂടെ തിളച്ചോളും. എന്നിട്ട് ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് 15 മിനിറ്റ് വെക്കാം കേട്ടോ. ഈ ചെറിയ ചൂടിൽ നമ്മുടെ ഫിഷ് നന്നായിട്ട് കുക്കായിക്കോളും. അപ്പോൾ ഇതാ നമ്മുടെ കിടിലൻ പാലക്കാടൻ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം അരമണിക്കൂറിന് ശേഷം മാത്രമാണ് ഞാനിത് വിളമ്പുന്നത്. പിന്നെ കറി ആയതിനു ശേഷം വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വിളമ്പുന്നതാണ് ഞാൻ വീഡിയോ കൊടുത്തിട്ടുള്ളത്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.